ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. മാക്സിമം എത്ര സ്പീഡിൽ പോകും? ടോപ്പൊക്കെ 140, 160. മേ ബി ഇപ്പോൾ എൻ്റെ ഫൈനൽ ഇയർ ആണ്. നെക്സ്റ്റ് ഇയർ ഐ തിങ്ക് ഐ എം ഗോണ ഗോ ഇൻ ടു റേസിംഗ്. ഈ കാറിന്റെ കൂട്ടത്തിൽ റിവ്യൂ പറയുന്ന കൂട്ടത്തിൽ നമ്മളൊരു ഹെലികോപ്റ്ററിന്റെ ഒരു വീഡിയോ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു സംഭവം? അത് ആക്ച്വലി എൻ്റെ അങ്കിളുടെ ഫാദർ ഇൻ ലോടെയാണ്, മിസ്റ്റർ ജോയൽക്കാസിന്റെ ആണ് ആ ഹെലികോപ്റ്റർ. എൻ്റെ ഫാമിലിയിൽ തന്നെ മൊത്തം കാർ റേസേഴ്സ് ആണ്, ഒരുപാടുണ്ട്. So I'm like very excited to drive that car. അച്ഛനെ പോലെ റേസിലാവണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ മനസ്സിൽ? പിന്നെ അല്ലാണ്ട് ഞാൻ ഇത് എനിക്ക് ചെറുപ്പം തൊട്ടേ റേസിങ്ങിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം ഞാൻ ഇത് തന്നെയാണ് കണ്ട് വളർന്നത്. ഐ ആം someone who believes that speed never kills someone when you don't know how to control. Like one fine day I got an invite from Rolls-Royce. അതൊരു വലിയൊരു മൊമെന്റ് ആയിരുന്നു. കാരണം എനിക്ക് മെയിൽ കിട്ടിയിട്ട് I couldn't believe. I was like, Rolls-Royce invited me for their launch. ഇപ്പൊ ഒരു ബോയുടെ കൂടെ ഡേറ്റിംഗ് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ ഒരു ലോങ് ഡ്രൈവ് ആണോ പ്രിഫർ ചെയ്യാ? ഫസ്റ്റ് തിങ് ഞാനായിരിക്കും ഡ്രൈവ് ചെയ്യുക. ഞാൻ ആളെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കില്ല. ആളുടെ ഡ്രൈവിനെ കുറിച്ച് അറിയണ്ട. He never thought that I would go into this field because ഞാൻ ഒരു ഗേൾ ആയിരുന്നു. അപ്പൊക്ക് എനിക്ക് തോന്നുന്നു he wanted a boy because to inherit his skills and stuff. ആളെപ്പോഴും പറയും I never imagined you to go into cars, but then even I didn't imagine myself. ഇവിടെ ഒരു 19-കാരി സൂപ്പർ ബൈക്കുകളും കാറുകളും ഓടിച്ച് കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഒരു സ്മാർട്ട് ജെൻസി ഗേൾ ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. മിയ ജോസഫ്, വെൽക്കം ടു ദ ഷോ. എനിക്കൊന്ന് മിയ എന്ന് പറയുന്നതിനെക്കാട്ടും ഒക്ടേൻ ഗേൾ എന്നായിരിക്കും ആളുകൾക്ക് കൂടുതൽ അറിയായിരിക്കും അല്ലേ? ഇപ്പം മിയയുടെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത്രയും വ്യൂവേഴ്സ് ആണ്, മില്യൺ വ്യൂവേഴ്സ് ആണ് ഒരു വീഡിയോക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ്. ഈ ഒരു ചെറിയ കുട്ടി എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്നാണ് ആളുകൾ ചോദിക്കണേ. ഈ കമന്റ്സ് ഒക്കെ കാണാറുണ്ടോ? ഇടയ്ക്ക് വായിക്കും, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഐ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഇഫ് ഇറ്റ്സ് ബാഡ്, ഇഫ് ഇറ്റ്സ് ഗുഡ്, ഐ വെൽക്കം വിത്ത് with all my heart. മിയെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ച മലയാളി കുട്ടിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അസലായിട്ട് തൃശ്ശൂർ സംസാരിക്കുന്ന കുട്ടിയാട്ടോ. മിയനെ കുറിച്ച് അറിയണമെന്നുണ്ട്. എന്താണ് മിയ, എങ്ങനെയാണ് മിയ, എവിടെയാണ് മിയനെ കുറിച്ച് ഒന്ന് പറയൂ. കുറെ പേർക്ക് അറിയില്ല. എന്റെ പേര് മിയ ജോസഫ് എന്നാണ്. എല്ലാവർക്കും മുക്തിയൻ ഗേൾ എന്നാണ്. ആദ്യം വന്ന ആൾക്കാർ എന്നെ കണ്ടാ ചോദിക്കുക ശരിക്കുള്ള പേരെന്താ ചോദിക്കുക. എൻ്റെ പേര് മിയ. ഐ എം 20 now and I am doing degree in business. ഞാൻ തൃശ്ശൂർ തന്നെയാണ് ജനിച്ച് വളർന്നത്. ആൻഡ് ഹരിശ്രീ എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ദാറ്റ് സ്കൂൾ ഹാസ് റിയലി എന്താ പറയാ ഗിവൻ മീ ദാറ്റ് കോൺഫിഡൻസ് എനിക്ക് ഇപ്പോൾ ഉള്ളത് ഫ്രം മൈ സ്കൂൾ ലൈഫ്. എന്താണ് ഈ ഒക്ടേൻ ഗേൾ? ഒക്ടേന്റെ മീനിങ് എന്താ? ഒക്ടേൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ സൂപ്പർ കാർ, സൂപ്പർ ബൈക്സ്, ലക്ഷറി കാർസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ എഡിറ്റീവ് ആണ്. ഇറ്റ്സ് ഇൻക്രീസസ് പെർഫോമൻസ്, അതായത് എഫിഷ്യൻസി കൂട്ടാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 100 ഒക്ടേൻ ഫ്യൂവൽ ആണ് ബെസ്റ്റ് ഫോർ നമ്മളൊക്കെ ഉപയോഗിക്കാറ്. ബെസ്റ്റ് പെർഫോമൻസ് 100 ഒക്ടേൻ ഫ്യൂവൽ ആണ് ഉപയോഗിക്കാറ്. ഇതിവിടെ ഞങ്ങളെപ്പോഴും അടിക്കാൻ മറ്റേ ഇന്ത്യൻ ഓയിലിന്റെ ഒരു പമ്പ് ഉണ്ട് കറൂറ്റി. അവിടെയാണ് ഞങ്ങൾ പിറ്റ് സ്റ്റോപ്പ് എടുത്ത് അടിക്കുക. പിന്നെ പക്ഷെ കുറെ സ്ഥലത്ത് അവൈലബിൾ ആണ്. ഇപ്പോഴാണ് അവൈലബിൾ ആയി തുടങ്ങിയത്. So yeah, that is the meaning of octane. അതുകൊണ്ടാണ് ഒക്ടേൻ ഗേൾ തന്നെ പേരിടാമെന്നൊരു തീരുമാനം? അതൊരു ഭാഗമാണ്. പക്ഷെ ആക്ച്വലി ഞങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, അതായത് ഒരു കാർ ഫാമിലി ഉണ്ട്. അപ്പയുടെ എന്റെ ഫ്രണ്ട്സ് ആണ്. ദേ ഓൾ ആർ വെൽ നോൺ കാർ enthusiasts. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. അതിനകത്ത് ഡോക്ടർ നിർമ്മൽ കൃഷ്ണൻ ഉണ്ട്, ജോൺ ആലുക്ക, വിശാഖ്, ആകർഷ്, വിവിൻ അഞ്ചേരി, കുറെ ആഷിഖ് യാസിൻ, കുറെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതായിരിക്കും. കാരണം ഇവർക്കൊക്കെ അടിപൊളി കാർ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടി തുടങ്ങിയത്. കാരണം നമ്മൾ എപ്പോഴും ഡ്രൈവ് പോവും, മീറ്റപ്സ് ഉണ്ടാവും. അപ്പൊ എനിക്ക് ഏത് സമയം കാറുകളോട് കൂടി ഉള്ളതുകൊണ്ട് ഐ വാസ് ലൈക്ക് okay, why not start taking videos with it. And I think first post ittappo I had so much of engagement, like allaru ingane wow, a girl with car nu parnappo I was like, oh okay, people are enjoying it. So that was my starting, like adondana njan ingane
കാറുകളുടെ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. ഈ വീഡിയോസ് കണ്ടിട്ടേ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് വരാറുണ്ട്. ആൻഡ് ഈ ഒക്ടേൻ ഗേള് ഇപ്പോൾ ഒരു ഏറ്റവും ചെറിയ വയസ്സിൽ എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ വീഡിയോയെ കുറിച്ച് ഈ കാറിനെ കുറിച്ച് പറയണു, ബൈക്കിനെ കുറിച്ച് പറയണു. പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത് ആൺകുട്ടികൾക്ക് കുറച്ചും കൂടി ക്രേസ് ഈ വണ്ടികളോടാണ് പൊതുവെ ധാരണ. പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ കാറിനോടും ബൈക്കിനോടൊക്കെ ആഗ്രഹം ഉണ്ടാവുമോ? അവർ ഈ ടീച്ചർ അവരുടെ ഒരു പ്രൊഫഷനെ വേറെ അവർ ചൂസ് ചെയ്യാൻ തിങ്ക് ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ഇത്രയധികം കാറിന് ഇഷ്ടം? എൻ്റെ അപ്പൻ്റെന്നാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ബിക്കോസ് ഹി വാസ് എ റാലി ഡ്രൈവർ. കുറെ നാഷണൽ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ INRC ഓടിച്ച് 3rd വന്നിട്ടുണ്ട്. സോ ഒരു 2000 തൊട്ട് 2008 വരെയാണ് ഹി ഡിഡ് റേസിംഗ് ആൻഡ് ദെൻ ഹി വെന്റ് ഇൻ ടു റാലി. സോ ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്നത് ട്രാക്കിലൊക്കെ ഞാൻ പോവും അപ്പയുടെ റേസ് കാണാൻ വേണ്ടി. അപ്പോൾ ആൾക്കാർ അപ്പയ്ക്ക് വേണ്ടി ചിയർ ചെയ്യണതും അപ്പോൾ വരുന്നത് പാഷനറ്റ് ആയ ആൾക്കാരാണ് അന്ന് കാസ് റേസിംഗ് ഒക്കെ കാണാൻ വരാം. സോ ദാറ്റ് ഹാസ് മോട്ടിവേറ്റഡ് മീ. പ്ലസ് എൻ്റെ ഫാമിലിയിൽ തന്നെ മൊത്തം കാർ റേസേഴ്സ് ആണ്. അപ്പയുടെ എൽഡർ ബ്രദർ, 2 ബ്രദേഴ്സ് ആണുള്ളത്. എൽഡർ ബ്രദർ ഹീസ് ഓൾസോ എ കാർ റേസർ. പിന്നെ ഉള്ളത് യങ്ങർ ബ്രദർ, ഹീസ് എ ഹാർഡ് കോർ കാർ enthusiast എന്ന് പറയാം. ബിക്കോസ് ഹി ഹാസ് എ ലോട്ട് ഓഫ് കാർസ്. ലൈക്ക് കാർ കളക്ടർ ആണ് ആൾക്ക്. ഇപ്പൊ പുതിയതായിട്ട് ഒരു ഫെറാറി SF90. സോ ഐ എം ലൈക്ക് വെരി എക്സൈറ്റഡ് ടു ഡ്രൈവ് ദാറ്റ് കാർ. സോ ഫാമിലിയിൽ തന്നെ കുറെ പേരുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇതിനോടൊരു ഇഷ്ടം തോന്നിയത്. ബിക്കോസ് ഐ എം ഓൾവേസ് സറൗണ്ടഡ് ബൈ ഇതാണ്. നമ്മളെപ്പോ കൂടിയാലും ഫംഗ്ഷൻസ് ആയാലും ഫാമിലി ഫംഗ്ഷൻസ് ആയാലും ടോപ്പിക് തന്നെ കാസ് ആണ്. അപ്പൊ അങ്ങനെയാണ്. അച്ഛനെ പോലെ റേസർ ആവണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ മനസ്സിൽ? പിന്നല്ലാണ്ട് ഞാൻ ഇത് എനിക്ക് ചെറുപ്പം തൊട്ടേ റേസിങ്ങിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം ഞാൻ ഇത് തന്നെയാണ് കണ്ടു വളർന്നത്. പക്ഷെ ഇത് കുറെ എഫേർട്ടും ടൈമും എടുക്കുന്ന ഒരു പ്രോസസ്. കുറെ ട്രെയിനിങ് വേണം. ലൈക്ക് ചെറുപ്പം തൊട്ടേ ട്രെയിൻ ചെയ്താൽ ഇതിലേക്കൊക്കെ കയറാൻ പറ്റും. അപ്പോൾ ഇപ്പൊ ഞാൻ ഡിഗ്രി ചെയ്യണോണ്ട് I don't have much time for it. Even shoots and I'm like weekendലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ലീവ് എടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. സോ മേ ബി ഇപ്പോൾ എൻ്റെ ഫൈനൽ ഇയർ ആണ്. നെക്സ്റ്റ് ഇയർ ഐ തിങ്ക് ഐ എം ഗോണ ഗോ ഇൻ ടു റേസിംഗ് ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട്. ഇപ്പം കാർ റിവ്യൂസ് ആണ് കൂടുതലായിട്ട് ചെയ്യുക. ഇത് കാണുന്ന സമയത്ത് ഇപ്പം പൊതുവെ പെൺകുട്ടികൾ ഇപ്പം ഇൻസ്റ്റഗ്രാമിലായാലും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം മേക്കപ്പ് കോണ്ടന്റ്, ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് അങ്ങനെയൊക്കെയാണ്. ഇതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് മിയ ചിന്തിച്ചത് മുഴുവൻ. അപ്പം ഇത് പെൺകുട്ടികളിൽ ഇൻസ്പയർ ആവണം. ആളുകൾ പെൺകുട്ടികൾക്ക് കൂടുതലായിട്ടും ഈ പറഞ്ഞ കാറിനോടും ബൈക്കിനോടും ക്രേസ് തുടങ്ങണം അല്ലെങ്കിൽ തോന്നണം, അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ വീഡിയോസ് ചെയ്യുമ്പോഴെപ്പോഴെങ്കിലും? യെസ്, ബിക്കോസ് എനിക്കും ചെറുപ്പത്തിൽ കുറേ ഒന്നും മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഫാമിലി ഇതിലോട്ടായോണ്ടാണ് എനിക്ക് അവരും സപ്പോർട്ട് ചെയ്തിരുന്നു, നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. ബിക്കോസ് ഒരു ഗേൾ ആയതുകൊണ്ട് എന്നെ മാറ്റി നിർത്താം. ബിക്കോസ് എനിക്ക് 2 കസിൻ ബ്രദേഴ്സും ഉണ്ട്, എനിക്കൊരു യങ്ങർ സിസ്റ്ററും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കാസിലേക്ക് ഇറക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. അതായത് ഒരു 13 വയസ്സായപ്പോൾ തന്നെ മൈ ഡാഡ് ഹി ടോട്ട് മീ ഹൗ ടു ഡ്രൈവ്. ഞാൻ ചോദിക്കും എന്ത് കോൺഫിഡൻസിലാണ് അന്ന് എനിക്ക് സ്റ്റിയറിംഗ് വീൽ കയ്യിൽ തന്നത്. ആ ഒരു കോൺഫിഡൻസ് അന്ന് എനിക്ക് തന്നുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇതുപോലെ വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കുറെ ഗേൾസിനെ ഇന്ന് പേരൻസ് തന്നെയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് കാർ ഓടിക്കാൻ പറ്റില്ല, പറ്റണ പരിപാടിയല്ല, അങ്ങനത്തെ ഒരു പേരൻസ് തന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ അവര്. അപ്പൊ പേരൻസ് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇവരെ. അതായത് മോൾക്ക് ഓടിക്കാൻ പറ്റും, കോൺഫിഡൻസ് ആ പേരൻസ് തന്നെ കൊടുത്താൽ തന്നെയാ ഗേൾസിന് വണ്ടി ഓടിക്കാൻ തുടങ്ങാൻ പറ്റില്ല. കാരണം ഞാൻ നോക്കിയിട്ട് ഗേൾസിന് ആക്ച്വലി വണ്ടി ഓടിക്കാൻ നന്നായി പറ്റും, പക്ഷെ കോൺഫിഡൻസ് ആരും കൊടുക്കണില്ല. അപ്പോൾ ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഗേൾസ് ആർ അമേസിംഗ് ഡ്രൈവേഴ്സ്. എനിക്ക് തോന്നുന്നു ഇതേപോലെ സപ്പോർട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. കാരണം വീട്ടിൽ നിന്ന്, കാരണം ഒരു ഏജ്, പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ ഏജിൽ വണ്ടി എടുക്കരുത്, കുറച്ച് കഴിഞ്ഞെടുത്താൽ മതി, അല്ലെങ്കിൽ പെൺകുട്ടികൾ വണ്ടി ഓടിക്കേണ്ട, അതിന് ഈ പറഞ്ഞ പോലെ ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ല. പക്ഷേ എനിക്കത് മിയയുടെ ഫാമിലി ഈ പറഞ്ഞ വളരെയധികം സപ്പോർട്ട് ചെയ്യണു. ഞാൻ ഒരു പഴയ റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 4 വയസ്സ് തൊട്ടല്ലേ ഈ പറഞ്ഞ നമുക്ക് പെൺകുട്ടികൾക്ക് കളിക്കാൻ എന്താ തരാ, പൊതുവെ ഒരു ബേബി ഡോളിനൊക്കെ തരാ, പിങ്ക് കളർ. പക്ഷെ ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. ആദ്യമൊക്കെ വാങ്ങി തരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നോ? എനിക്ക് ആക്ച്വലി രണ്ടും ഉണ്ടായിരുന്നു. കാസും ഉണ്ടായിരുന്നു, ഹോട്ട് വീൽസ് അങ്ങനെയും ഉണ്ടായിരുന്നു. പക്ഷെ ബാബി ഡോൾസിന് ഒരു കളക്ഷനും എനിക്കുണ്ടായിരുന്നു. അപ്പൊ രണ്ടിന്റെയും ഒരു ബാലൻസ് ആയിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് കാർസിനോടായിരുന്നു കുറച്ചും കൂടെ ഇഷ്ടം. പിന്നെ ഏത് സമയം അപ്പൊ ഇങ്ങനെ കാസിൽ കൊണ്ടിരുത്തും, ഡ്രൈവ് കൊണ്ടുപോകും. അപ്പൊ ഞാൻ പണ്ടേ തൊട്ട് അങ്ങനെയാണ്. പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് തരാൻ കാരണം എൻ്റെ അമ്മ, ഞാൻ ജനിച്ചപ്പോ തൊട്ട് അമ്മ വണ്ടി എടുത്തു തുടങ്ങിയതാ. അപ്പോ ഞാൻ കാണുന്നത് അമ്മ നല്ല കോൺഫിഡന്റ് ആയിട്ടാ ഡ്രൈവ് ചെയ്യണം. അപ്പൊ എനിക്കും തോന്നി ഗേൾസിനും കോൺഫിഡന്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം. ഞാൻ ഒരിക്കലും ഒരു കോൺഫിഡന്റ് അല്ലാണ്ട് ഒരു ലേഡി ഡ്രൈവ് ചെയ്യണത് എൻ്റെ ലൈഫിൽ ചെറുപ്പത്തിലൊന്നും കണ്ടില്ല. അപ്പൊ സോ അമ്മയും
കുറെ അതിന് ഇൻവോൾവ് ആണ് എനിക്ക് ഇത്ര കോൺഫിഡൻസ് ഡ്രൈവ് ചെയ്യാൻ കിട്ടിയതില്. ഇപ്പൊ പെൺകുട്ടികൾക്ക് ഇപ്പോഴും ഡ്രൈവിംഗ് അറിയാത്തവരുണ്ട്, അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ മടിയുള്ളവരുണ്ട്. ഹെവി ലൈസൻസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് ഹെവി ലൈസൻസ് ഒക്കെ എടുത്തു തുടങ്ങി. പൊതുവെ പെൺകുട്ടികൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളാണ് ഡ്രൈവ് ചെയ്യുന്ന അറിഞ്ഞു കഴിഞ്ഞ ഒരു പുച്ഛ സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമന്റ് അടി. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്. അതിനെ കുറിച്ച് എന്താ പറയാ? ബിക്കോസ് ഇപ്പൊ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണല്ലോ, ഇപ്പം തൃശ്ശൂരിലായാലും കൊച്ചിയിലായാലും സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നതല്ലേ, അപ്പൊ അങ്ങനെ ഒരു ഫീൽ കിട്ടാറുണ്ടോ? കുറെ പേര് പറയാറുണ്ട് അത് പെണ്ണ് ഓടിക്കണേ എന്ന് പറഞ്ഞ് പുച്ഛിക്കണവരുണ്ട്. പക്ഷെ ഇത് എനിക്ക് ബേസിക്കലി തോന്നിയേക്കുന്നത് കുറെ ഗേൾസ് അങ്ങനെ ഡ്രൈവ് ചെയ്യണത് കോൺഫിഡൻസ് കൊടുക്കാത്തതുകൊണ്ടാണ്. അവര് ശരിയല്ല ഓടിക്കണത് എന്ന് പറയുമ്പോൾ അവർക്ക് പേടിച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിന്റെ രീതി വേറെ. ഈവൻ എന്റെ കൂടെ അപ്പ നന്നായിട്ട് വണ്ടി ഓടിക്കും. അപ്പൊ അപ്പ എന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ആകെ ടെൻഷനാണ്. ബിക്കോസ് അപ്പ ഇങ്ങനെ പറയും ഇങ്ങനെയല്ല ചെയ്യണ്ട, അങ്ങനെയാണ്, ലൈക്ക് കറക്റ്റ് ചെയ്യാണ് ശരി, പക്ഷെ എനിക്ക് എന്നാലും ഒരു പേടിയാണ്. ടെൻഷൻ വരുമ്പോ എല്ലാം പോകും കഴിഞ്ഞു. അപ്പൊ ഓടിക്കണേല് ചിലയിടത്ത് നമ്മള് മിസ്സാവും, ശ്രദ്ധ തെറ്റും, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ എനിക്ക് തോന്നിയത് ഗേൾസ് അവർക്ക് ആ കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഫുള്ളി കോൺഫിഡന്റ് ഡ്രൈവ് ചെയ്താൽ യു കാൻ ഡിഫറൻഷിയേറ്റ് ഇഫ് ഇറ്റ്സ് എ ഗേൾ ഓർ ഇപ്പൊ ചെറിയ കുട്ടികൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് എനിക്ക് വണ്ടി ഓടിക്കണം എന്നൊക്കെ പറയും. ഇപ്പൊ ഈ വീഡിയോസ് കണ്ട ഒരു 40-ന് മുകളിൽ സ്ത്രീകൾ വന്നിട്ട് മെസ്സേജ് ചെയ്യാറുണ്ടോ, എനിക്കും ഡ്രൈവിംഗ് പഠിക്കണം, എന്നെ പഠിപ്പിക്കാവോ, അത്തരത്തിലുള്ള കമന്റ്സ് വരാറുണ്ടോ? എനിക്ക് ഓൾഡർ വിമനെയും കാട്ടും കൂടുതൽ യങ് ഗേൾസ് ആണ്. അവരിങ്ങനെ എനിക്ക് DM ചെയ്യും യുവർ ഹ്യൂജ് ഇൻസ്പിറേഷൻ ഒക്കെ പറയുമ്പോൾ എനിക്ക് ഇറ്റ് റിയലി ടച്ചസ് മൈ ഹാർട്ട്. ബിക്കോസ് അതിനാണ് ഞാനിത് ഇറങ്ങി തിരിച്ചത് തന്നെ, ടു ഇൻസ്പയർ ഗേൾസ് ആൻഡ് അവര് ലൈസൻസ് എടുക്കാൻ. കാരണം ശരിയാണ്, ഞാൻ ഇപ്പോൾ ഓൾ ഗേൾസ് കോളേജിലാണ് പഠിക്കണം, കുറെ പേർക്ക് ലൈസൻസ് ഇല്ല. ലൈക്ക് ഗോ ടേക്ക് ഇറ്റ്. കാരണം ലൈഫിൽ ആവശ്യമില്ലെങ്കിലും എപ്പോഴേലും ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു പാഷനറ്റ് ആയിട്ട് ഉള്ളവരുണ്ട്, പക്ഷെ ദേ ഡോണ്ട് റിയലൈസ് ബിക്കോസ് അവർ ഓടിക്കണില്ല വണ്ടി. അപ്പോൾ ഐ എം ലൈക്ക് ഒരു പയ്യ പുഷ് ചെയ്യും സൈഡിൽ കൂടെ, ഇങ്ങനെ പോയി ലൈസൻസ് എടുക്കൂ, ഡ്രൈവ് ചെയ്ത് തുടങ്ങൂ. പിന്നെ കുറെ പേർക്ക് ലൈസൻസ് ഉണ്ട് പക്ഷെ ഓടിക്കില്ല. ഡ്രൈവ് ചെയ്ത് പഠിക്കൂ, ലൈക്ക് യു ക്യാൻ ഡ്രൈവ് എന്നുള്ള ബിലീഫില് ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡ്രൈവ്. ഏത് വയസ്സിലായിരുന്നു ഇപ്പൊ ഓക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു? 18 വയസ്സാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട്? ഞാൻ 13 വയസ്സിലാണ് അപ്പൊ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൽ മാത്രമേ ഓടിക്കുള്ളൂ. ലൈക്ക് എല്ലാ ദിവസവും സ്കൂൾ വന്നു കഴിഞ്ഞാൽ യൂണിഫോം പോലും മാറില്ല, ഓടി വന്ന് ഞാൻ ഒരു മാരുതി 800-ലാണ് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ഇതിനെ വിളിക്കാൻ സോപ്പ് ബോക്സ് എന്നാ, കാരണം സോപ്പ് ബോക്സ് ഷേപ്പാണ്. അപ്പൊ ഞാൻ പറയും ഞാൻ സോപ്പ് ബോക്സ് ഓടിക്കാൻ പോകുന്നിട്ട് ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഡയറക്ട്ലി അങ്ങോട്ട് പോവുക. എന്നിട്ട് വണ്ടി എടുത്ത് അങ്ങോട്ട് ഓടിക്കുക, ഇങ്ങോട്ട് ഓടിക്കുക, എടുക്കുക, എല്ലാം ഇതാണ് പരിപാടി ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ. അപ്പൊ അപ്പയും ഇങ്ങനെ നോക്കി നിൽക്കും. ആദ്യമൊക്കെ കൂടെ ഇരിക്കും, കുറെ ചീത്തൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ അപ്പൊ ഇങ്ങനെ ഇവിടെ നോക്കി നിൽക്കും ഞാൻ ഓടിക്കണത്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 18 ആയപ്പോ അപ്പൊ തന്നെ പോയി ലേണേഴ്സ് എടുത്ത് ലൈസൻസ് എടുത്തു. ഈ ഓടിച്ചതിൽ ഇഷ്ടപ്പെട്ട ഒരു ആഡംബര കാർ ഏതാന്ന് ചോദിക്കാ, ഏതാ പറയാ? എനിക്ക് ലാംബോർഗിനി സൂപ്പർ കാർസ് സെഗ്മെന്റിൽ ലാംബോർഗിനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഓടിച്ചതില്. ഞാൻ ഡെയിലി ഡ്രൈവ് ആയിട്ട് ഉപയോഗിക്കുന്നത് GTI ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഹാൻഡ്ലിങ്ങിലും എല്ലാത്തിലും സ്പീഡും. എന്റെ പോക്കറ്റ് റോക്കറ്റ് എന്നാണ് ഞാൻ പോക്കറ്റ് റോക്കറ്റ്. അപ്പൊ അതാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുക. എന്റെ ഫേവറേറ്റ് ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരു വണ്ടി. ബിക്കോസ് ഹാൻഡ്ലിങ്ങും പവറും എല്ലാം എന്റെ ഇതിനെ പറ്റിയതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർ ബൈക്ക് ഓടിച്ചതിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ബൈക്ക് ഏതാണ് ചോദിക്കുക? അതെന്റെ ബൈക്ക്, അപ്പയുടെ ബൈക്ക് ZX10 നിഞ്ചയുടെ. പക്ഷെ അപ്പൊ ഒരു കാര്യം എന്നെ സപ്പോർട്ട് ചെയ്യാത്തതും എൻകറേജ് ചെയ്യാത്തതും ബൈക്കാണ്. ബിക്കോസ് ഇന്നുണ്ടാവണ ആക്സിഡൻസും കുറെ കാണുന്നുണ്ട് നമ്മള് ഇന്റർനെറ്റിൽ. അപ്പൊ അതൊക്കെ കാണുമ്പോഴും അപ്പയ്ക്കൊരു പേടിയാണ്. അപ്പൊ പോവും, പക്ഷെ അപ്പയ്ക്ക് ഒരു ഗ്യാങ് ഉണ്ട്, ബൈക്കോ ഗ്യാങ് ഉണ്ട്. ആൾ ഏത് സമയം നൈറ്റ് ഡ്രൈവും അതൊക്കെ പോവും. പക്ഷെ എന്നെ അധികം അങ്ങനെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കാറില്ല. ബിക്കോസ് റിസ്ക് ആണ്, ബിക്കോസ് ഓഫ് ദ റിസ്ക് ഫാക്ടർ ബേസിക്കലി. പിന്നെ നല്ല പവർഫുൾ ബൈക്കാണ്, 1000cc ബൈക്സ് ആണ്. അപ്പൊ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറ്. അങ്ങനെ ഇപ്പോഴത്തെ ട്രാഫിക് റൂൾസിനെ കുറിച്ചും ഇന്ന് ആളുകള് ട്രാഫിക് റൂൾസ് ഒക്കെ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാ ഇപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് എന്താ തോന്നണേ? ഐ ആം സമൺ ഹു ബിലീവ്സ് ദാറ്റ് സ്പീഡ് നെവർ കിൽ സമൺ. ഇറ്റ്സ് എന്താ പറയാ, വെൻ യു ഡോണ്ട് നോ ഹൗ ടു കൺട്രോൾ. അതായത് നമ്മള് എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് വരാനുള്ള ഒരു സിറ്റുവേഷൻ വന്നാലും ഇഫ് യു നോ ഹൗ ടു കൺട്രോൾ ദെൻ ഇറ്റ്സ് ഫൈൻ. ഇഫ് യു ഹാവ് ദ കോൺഫിഡൻസ് ദറ്റ് യു ക്യാൻ, അങ്ങനെ ഒരു ഇത് ഉണ്ടായാലും യു ക്യാൻ അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ it's fine. I feel like it's fine for speeding, but then I'm not promoting a bad thing, but drive safe. അതെനിക്ക് പറയാനുള്ളൂ.
സൂക്ഷിച്ചു ഓടിക്കുക. ഞാൻ ഒരിക്കലും റൂൾസ് തെറ്റിച്ചൊന്നും ചെയ്യാറില്ല. Okay. പിന്നെ ഇങ്ങനെ കുറെ മോഡിഫിക്കേഷൻസ് ഒക്കെ കുറെ റൂൾസ് അൺനെസസറി ആയിട്ട് വരുന്നുണ്ട്. അത് കുറച്ച് പാടാണ്. പാടാണ്. അതിലൊരു ചേഞ്ച് വരണം അതെ, അതിലൊരു ചേഞ്ച് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കുറെയൊക്കെ. യെസ്. ഇപ്പൊ നമ്മുടെ മഹീന്ദ്രയുടെ ഒരു കാർ ലോഞ്ച് സമയത്ത് അതിന്റെ എനിക്കൊന്ന് കേരളത്തിൽ നിന്ന് ഒരു ലേഡി ഇൻഫ്ലുവൻസറെ വിളിച്ചത് മിയനെ മാത്രം. അതൊരു ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിരുന്നില്ലേ? ബിക്കോസ് മഹീന്ദ്ര തന്നെ എനിക്കൊരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡ്സ് ആണ്. ആൻഡ് മഹീന്ദ്രയിൽ നിന്ന് എനിക്കൊരു ഇൻവൈറ്റ് വന്നു ഫോർ ദെയർ ഫോർമുല, അതായത് ഇലക്ട്രിക് ഫോർമുല റേസിംഗ് ആണ്. അപ്പോൾ അതിന് ഒരു 3-day ഇവന്റ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഇറ്റ് വാസ് ദ ലോഞ്ച് ഓഫ് 3 ന്യൂ കാർസ് മഹീന്ദ്രയുടെ. We were sitting along with Anand Mahindra, Sachin Tendulkar, Vicky Kaushal, Disha Patni. ഇവരുടെ ഒപ്പമായിരുന്നു ഇരിക്കണ്ടേ. ആൻഡ് they launched 3 amazing cars that day and I was so excited because ഇപ്പോൾ ഇറങ്ങിയേക്കണ BE6 എന്ന് പറഞ്ഞൊരു കാർ ഉണ്ട് മഹീന്ദ്രയുടെ. അത് 2 years ago, അതായത് 2023 ഫെബ്രുവരി ആണെന്ന് അപ്പോഴാണ് ആക്ച്വലി അതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് ആ വണ്ടി ഇറങ്ങുന്നത്. സോ ഐ വാസ് സോ എക്സൈറ്റഡ് ഇപ്പൊ ആ വണ്ടി പോയി കാണാനും. മഹീന്ദ്രന് അന്ന് ആക്ച്വലി കേരളത്തിൽ നിന്ന് തന്നെ 2-3 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. മൈ ഡാഡ് വാസ് ഓൾസോ വിത്ത് മീ ലോഞ്ചിന് പോയപ്പോ. And I was the only female from Kerala and I was so proud and privileged. ഇതുപോലെ ഏതൊക്കെ കാറില് ഒട്ടും പ്രതീക്ഷിക്കാതെ ലോഞ്ചിന് വിളിച്ച ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടോ ഭയങ്കര എക്സൈറ്റഡ് ആയ? Like one fine day I got an invite from Rolls-Royce. അതൊരു വലിയൊരു മൊമെന്റ് ആയിരുന്നു. കാരണം എനിക്ക് മെയിൽ കിട്ടിയിട്ട് I couldn't believe. I was like, Rolls-Royce invited me for their launch. അവരുടെ പുതിയ ഇലക്ട്രിക് കാറിന്റെ ലോഞ്ച് ആയിരുന്നു, സ്പെക്ടർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ കേട്ടിരുന്നു ദേ ആർ കമ്മിങ് ടു ഇന്ത്യ, ലോഞ്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഗ്രാൻഡ് ആയിട്ട് നടത്താൻ പോണേ. ആൻഡ് ഐ വാസ് സോ എക്സൈറ്റഡ് ബട്ട് ഐ നെവർ തോട്ട് ഐ വുഡ് ബി ഇൻവൈറ്റഡ് ആസ് എ ഗസ്റ്റ് ടു ലോഞ്ച് ദ കാർ. ആൻഡ് ദെൻ അവിടെ പോയി ഐ സോ ഒഫീഷ്യൽസ് ഫ്രം റോൾസ് റോയ്സ്. ഇറ്റ് വാസ് സച്ച് എ എക്സൈറ്റിംഗ് മൊമെന്റ് ഫോർ മീ. ലൈക്ക് ഒരു എന്താ പറയാ, ഒരു ഡ്രീം കം ട്രൂ തന്നെയായിരുന്നു. സെന്റ് തെരേസസിലല്ലേ പഠിക്കുന്നത്? അപ്പൊ ഓൾറെഡി അവിടുത്തെ പെൺകുട്ടികൾ കുറച്ച് ഭയങ്കര ഇഷ്ടമുള്ള പെൺകുട്ടികളാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ വീഡിയോസ് കണ്ട് ടീച്ചേഴ്സ് ഫ്രണ്ട്സിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാ കോളേജിലൊക്കെ പോകുന്ന സമയത്ത്? അവിടുത്തെ ഒരു സ്റ്റാർ ആണോ സത്യത്തില്? അവിടെ എല്ലാവരും സ്റ്റാർ ആണ്. പക്ഷെ മൈ ടീച്ചേഴ്സ് ദേ ആർ വെരി സപ്പോർട്ടീവ്. അവര് ഓരോ ഷൂട്ട് കഴിയുമ്പോഴും അല്ലെങ്കിൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ ചോദിക്കാൻ എന്താ പറ്റി. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ഷൂട്ട് ഉണ്ടായി. അപ്പൊ അവരിങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അവരിങ്ങനെ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോൾ പറയും നല്ലായിരുന്നു, സ്റ്റാഫ് റൂമിലൊക്കെ വിളിച്ച് വന്ന് കോംപ്ലിമെന്റ് ഒക്കെ തരും എനിക്ക്. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും ദേ ആർ വെരി സപ്പോർട്ടീവ്. എന്തെങ്കിലും എനിക്ക് തോന്നിയത് ലൈക്ക് ഞാൻ ഇങ്ങനെ കാർ വീഡിയോസ് ഇടുമ്പോൾ അവർ ചോദിക്കും ആ വണ്ടീനെ പറ്റി. സോ ഐ ഫീൽ സോ ഹാപ്പി. ലൈക്ക് they are also watching. അവരും കാറിനെ പറ്റി അറിഞ്ഞു തുടങ്ങി. സോ ഐ ഫീൽ വെരി ഹാപ്പി. ലൈക്ക് they are very supportive. ആരെങ്കിലും കാറൊക്കെ വാങ്ങുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പൊതുവെ ഇപ്പൊ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആ രീതിയിൽ ഈ പറഞ്ഞ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ചോദിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കും. അതുപോലെ ഒരു കാറൊക്കെ വാങ്ങാൻ പോകുന്ന ആൾക്കാർ మీకు മെസ്സേജ് ചെയ്യാറുണ്ടോ ഇത് നല്ല കാറാണോ ഇത് വാങ്ങാമോ? ചോദിക്കാറുണ്ട്. ഈവൻ അപ്പയുടെ ഫ്രണ്ട്സ് ആയാലും ഒരു വണ്ടി എടുക്കുന്നതിന് മുന്നേ ചോദിക്കും ഹൗ വാസ് ദ കാർ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലോഞ്ചിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വിളിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ വിൻസറുടെ ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഇൻവൈറ്റ് ചെയ്യും, 2 days സ്റ്റേ ചെയ്തിട്ട് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഓണസ്റ്റ് റിവ്യൂ പറയാൻ പറയും. അപ്പൊ ഞാൻ ഓടിച്ച് കഴിയുമ്പോൾ പീപ്പിൾ കോൾ ലൈക്ക് ഹൗ ഇസ് ദ കാർ. അങ്ങനെ കുറെ പേര് ആക്ച്വലി വണ്ടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ട്. ഇപ്പൊ ഒരു വാലന്റൈൻസ് ഡേ കഴിഞ്ഞു പോയി. ഇപ്പൊ ഒരു ആൺകുട്ടി വന്നിട്ട് ഒരു റോസാപ്പുമായിട്ട് വരാണ്, ഒരാൾ ഒരു കാർ ഡ്രൈവിന് വരികയാണ്. ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യാ മിയ? രണ്ടും ചൂസ് ചെയ്യാൻ പറ്റും. I like both. I would prefer both. I would pick the rose and the car. അങ്ങനെയാണ്. ഇതെന്റെ ഫാമിലി കാണില്ല. ഇപ്പൊ ഒരു നമ്മള് പെൺകുട്ടികൾക്ക് ഇപ്പൊ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ചിലർ ഫുഡ് കഴിക്കും, ചിലർ കിടന്ന് ഉറങ്ങും, ഓരോ രീതിയിലായിരിക്കും. കാറിന് ഇഷ്ടപ്പെടുന്ന ആളെന്ന രീതിക്ക് എങ്ങനെയാ അതിനെ ഇത്ര ടെൻഷൻസ് വരുമ്പോ എങ്ങനെയത് ഓവർകം ചെയ്യാം? എനിക്ക് സ്ട്രെസ് വരുമ്പോ യൂഷ്വലി എനിക്ക് സ്ട്രെസ് വരെ പരീക്ഷയുടെ തലേദിവസമാണ്. രാത്രി ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. സംഭവം ഒന്നും പഠിച്ചില്ലേലും എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ്. അപ്പൊ ഞാൻ ഒന്നെങ്കിൽ ഡ്രൈവ് പോവും, അല്ലെങ്കിൽ ഫുഡ് ഇസ് ഓൾസോ മൈ കംഫർട്ട്. പക്ഷെ ഡ്രൈവ് പോവാണെങ്കിൽ ഐ മേക്ക് ഷുവർ ഐ എം നോട്ട് ടു സ്ട്രെസ് ബിക്കോസ് ദാറ്റ് ഇസ് ഓൾസോ റിസ്കി. അല്ലെങ്കിൽ ഇപ്പൊ ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു വിഷമോ ദേഷ്യമോ വരുമ്പോൾ ഐ വുഡ് സജസ്റ്റ് ഐ ട്രൈ നോട്ട് ടു ടച്ച് മൈ കാർ ബിക്കോസ് ദാറ്റ് കെൻ ലീഡ് ടു സംതിങ് എൽസ്. അപ്പോൾ ലൈക്ക് സ്ട്രെസ് ആണ്, എനിക്ക് എന്തെങ്കിലും റിലാക്സ് ചെയ്യണമെങ്കിൽ ഐ ജസ്റ്റ് ഗോ ഫോർ. പക്ഷെ റിലാക്സിങ് ഡ്രൈവ് ആയിരിക്കില്ല, അത് പറ്റത്തില്ല. അതെ. പക്ഷെ എന്നാലും ഇറ്റ് റിയലി എന്താ പറയാ, ഇറ്റ് ഹെൽപ്സ് മീ ടേക്ക് ഓഫ് മൈ മൈൻഡ് ഓഫ് സംതിങ് എൽസ് ആൻഡ്
ഫോക്കസ് ഓൺ, അപ്പൊ നമ്മൾ ഇതിൽ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. മാക്സിമം എത്ര സ്പീഡിൽ പോകും? ഞാൻ ഇപ്പോഴും റൂൾ അനുസരിച്ച് അത് പാരന്റ്സ് കാണുന്നുണ്ട്, അല്ലാതെ ടോപ്പൊക്കെ 140 160 സേഫ് ആയോർത്ത് മാത്രം. ഒരു വണ്ടി ശരിക്കും പുഷ് ചെയ്ത് ഓടിക്കണമെങ്കിൽ ട്രാക്കിലോ അങ്ങനെയൊക്കെ പോയിട്ടാണ് യൂഷ്വലി ഓടിക്കാറുണ്ട്. റോട്ടിൽ അങ്ങനെ എടുത്ത് സർക്കസ് കാണിക്കാറില്ല. ഒന്നാമത്തെ കാര്യം ട്രാഫിക്, പിന്നെ നമ്മുടെ റോഡ്സ് ആർ നോട്ട് മെയ്ഡ് ഫോർ ഇറ്റ്. സോ യൂഷ്വലി ട്രാക്കിലൊക്കെ പോകുമ്പോഴാണ് ഞാനൊരു വണ്ടി പുഷ് ചെയ്ത് ഓടിച്ച്, എന്നാലാണ് ആ വണ്ടീനെ പറ്റി എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഇങ്ങനെയാണ് വണ്ടി ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, വിഷ് ചെയ്യുന്ന ഒരു സ്വന്തമായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരു വണ്ടി ഉണ്ടോ, കാർ ഓർ ബൈക്ക്? അത് കുറേ ഉണ്ട് ആക്ച്വലി, പറഞ്ഞാൽ തീരില്ല. എനിക്കൊരു ഫെറാറി അല്ലെങ്കിൽ ലാംബോർഗിനിയാണ് സ്വന്തമായിട്ട് എടുക്കണം എന്നൊരു ആഗ്രഹം. ഇപ്പൊ ഇത്രയും ചെറുപ്പത്തില് ഏൺ ചെയ്യുന്ന ഒരാളാണല്ലോ, പൊതുവെ അതെങ്ങനെ മാനേജ് ചെയ്യുക? കാരണം നമുക്കിപ്പം ഇത്ര ഒരു എമൗണ്ട് കിട്ടാണ്, അത് ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും അധികം എങ്ങനെ അത് മാനേജ് ചെയ്യണമെന്ന് അറിയാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇതെങ്ങനെ മാനേജ് ചെയ്യണേ? ഞാൻ വെരി റെസ്പോൺസിബിൾ, ഫിനാൻഷ്യലി വെരി റെസ്പോൺസിബിൾ അല്ല. ആദ്യത്തെ കാര്യം ഞാൻ സ്പെൻഡ് ചെയ്യണോട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നിയത് ഐ എം 20 now and I feel like this is the prime age to have fun. I invest in experiences basically. Like I went for the Coldplay concert because I want to experience the world. So I love traveling. I spend on traveling a lot. I spend on cars. I spend on car parts and a lot on അങ്ങനത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഈ ഏജിലാണ് യുവർ ഇൻ ഗുഡ് ഹെൽത്ത്. ഈ ഒരു ഏജിൽ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ ഞാൻ കുറെ സേവിങ്സിൽ അങ്ങനെ വെക്കില്ല. ഐ എം ദാറ്റ് പേഴ്സൺ ഹൂ believes that life is very short, so just have fun. What is your weird car dream? അത് വല്ല ആക്സിഡന്റും ആവുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ലൈക്ക് വിയേർഡ് എന്ന് ചോദിക്കാനുള്ളത്. ആക്ച്വൽ വിയേർഡ് ഡ്രീം, ഐ മീൻ വിയേർഡ് goal that I have is I want a pink car. I'm obsessed with the color pink, so I want a pink Ferrari, I want a pink G-Wagon. അപ്പോൾ പിങ്കിനോട് എനിക്ക് അപ്പോൾ so many people find it weird when you know have a pink car, but then that's like a weird thing that I have. I need a pink car. Pinne eniki venathu matte black aanu, so like two extremes aanu, but then that's like a weird thing. When people ask me what color would you do, I'm like, even ipo ende kayilalla car I have the urge to do pink, but then my dad is like no adu nadakilla ipo nadakilla pinne cheyunu. So yeah, ipo oru boyre kude dating പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ആണോ പ്രിഫർ ചെയ്യുക? ഫസ്റ്റ് തിങ് ഞാനായിരിക്കും ഡ്രൈവ് ചെയ്യുക. ഞാൻ ആളെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കില്ല. ആളുടെ ഡ്രൈവിനെ കുറിച്ച് അറിയണ്ട? എനിക്കറിയില്ല. ഐ തിങ്ക് ഞാൻ എപ്പോ ലൈക്ക് ഗായ് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയാലും ഐ വിൽ ബി ദ വൺ ഡ്രൈവ്. ഞാനാണ് അവരെ പോയി പിക്ക് ചെയ്യുക. അങ്ങനത്തെ ഒരാളാണ്. യൂഷ്വലി ഞാൻ വേറെ എപ്പോഴും എന്നെ തന്നെയാണ് അവരും ഇങ്ങനെ മിയ കാർ എടുക്കും അങ്ങനെയാണ് ഒരു പറയാറ്. അപ്പൊ ഞാൻ തന്നെയായിരിക്കും ഡ്രൈവ് ചെയ്യുക. അവിടെ ഒരു ക്ലാസ് വരണ്ട. Would you date someone who cannot drive? I don't know. I mean, I like boys who like cars. പക്ഷേ അവിടെ ഒരു ക്ലാഷ് വരും നേരത്തെ പറഞ്ഞ പോലെ. ബിക്കോസ് ഈവൻ ഐ വോണ്ട് ഡ്രൈവ്, സോ ഹീൽ ഹാവ് ടു ബി ദ പാസഞ്ചർ പ്രിൻസസ്. അതുകൊണ്ട് I don't know. I mean, I like guys who are into cars, but then അവിടെ ഒരു ക്ലാഷ് വരുന്നുണ്ട്. I think I would prefer someone who is not into cars so that I can be the car person in the relationship. So yeah. അങ്ങനെ which kind of boys എന്ന് പറയില്ലേ, ഇപ്പം മെന്നിനാണോ ബോയിനെയാണോ ചൂസ് ചെയ്യുക? Depends. I think a man. Because my dad is such a gentleman. He's very patient. ഞാൻ ഷോപ്പിങ്ങിന് പോയാലും എന്തിനു പോയാലും ആള് ഭയങ്കര കാമായിട്ട് അവിടെ നിൽക്കും. ലൈക്ക് വെയിറ്റ് ചെയ്ത് എത്ര നേരം വേണമെങ്കിലും നിൽക്കും. ആൻഡ് ഹി ഹെൽപ്സ് മീ വിത്ത് ഓൾ മൈ ഷൂസ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഈവൻ ലൈക്ക് ഹീസ് എ ഡാഡ് ഓഫ് 2 girls, so he knows how girls are. അപ്പോൾ ഹീസ് വെരി പേഷ്യൻറ്റ് വിത്ത് അസ്. ഈവൻ മേക്കപ്പ് ആയാലും when I ask അപ്പോൾ ഈ ഡ്രസ്സ് വേണോ ആ ഡ്രസ്സ് വേണോ, ഹീൽ ബി ലൈക്ക് ഈ ഡ്രസ്സാണ് കൂടുതൽ ഇതിന് ചേര, ഇതിലാണ് ഇത് ചേര. ലൈക്ക് ഹി ഹാസ് എൻ ഒപ്പീനിയൻ. ആള് പറയും. പിന്നെ ഹി സപ്പോർട്ട്സ്. ലൈക്ക് മേക്കപ്പ് ഉണ്ടെങ്കിൽ മേക്കപ്പ് ഇട്ടോ, ഡ്രസ്സ് ഇഷ്ടമുള്ളത് ഇട്ടോ. ലൈക്ക് ആള് ഹീസ് വെരി സപ്പോർട്ടീവ് ആൻഡ് ഹീസ് a really good girl that I would say. ഇപ്പൊ ഒരു സിസ്റ്റർ കൂടി ഉണ്ടല്ലോ, സിസ്റ്ററും ഇതുപോലെ തന്നെ കാർ റേസിംഗ് താല്പര്യമുള്ള ഒരു കുട്ടിയാണോ? Yeah, she's more into makeup actually. She does really good makeup. ആള് വെല്ലുമ്പോ കൊറിയയില് പോയിട്ട് സ്കിൻ കെയറും മേക്കപ്പ് ഒക്കെ പഠിച്ചു പോകണമെന്നാണ് ആൾക്ക് ആഗ്രഹം. ആളും കാസിനോട് ആക്ച്വലി നല്ല താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ കൂടുതൽ ഇറങ്ങി തിരിച്ചുകൊണ്ട് ആള് കുറച്ചും കൂടെ മേക്കപ്പ് ആ ഒരു സൈഡിലേക്കാണ് പോയത്. പക്ഷെ എന്നാലും ആളുടെ അടുത്ത് ഒരു കാറിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ she knows what to
ആളും ചെറുതായിട്ട് ഇപ്പൊ ഡ്രൈവിംഗ് ഇപ്പൊ ആള് 13 ആയി, ഇപ്പൊ പയ്യ ഡ്രൈവിംഗ് തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പൊ വീട്ടിൽ നിന്നൊരു സപ്പോർട്ടിനെ കുറിച്ച് എനിക്ക് അറിയണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചെറുപ്പത്തിൽ തന്നെ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ഡ്രൈവിങ്ങിന് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി, പൊതുവെ ഇങ്ങനെ ഡ്രൈവിങ്ങിന് എപ്പോഴും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ വണ്ടി ഓടിച്ച് പഠിക്കണം, എല്ലാതരം വണ്ടിയും ഓടിക്കണം, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണോ? ഈവൻ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആയാലും ആൻറ്റി അങ്കിൾ എവറിബഡി ഈസ് വെരി സപ്പോർട്ട്. ഈവൻ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ വന്ന് നോക്കിക്കും ദ വേ ഐ ഡ്രൈവ് ആൻഡ് ദേ ഗിവ് മീ, ദേ നെവർ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യോ അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്നെ കുറയ്ക്കുകയോ ഡിസ്കറേജ് ചെയ്യോ ഒരിക്കലും ചെയ്തിട്ടില്ല. ദേ ഓൾവേസ് എൻകറേജ് മീ ആൻഡ് യുനോ ഇന്ന് ഏത് വണ്ടിയാണ് ചെയ്യണം. ഞാൻ ഡ്രസ്സ് മാറി നിൽക്കുമ്പോഴേ അവർ ചോദിക്കും ഇന്ന് ഏത് വണ്ടിയാ ഓടിക്കോ, അതാ അതിനെ പറ്റി ചോദിക്കും. ഈവൻ ദേ വോണ്ട് ടു നോ മോർ അബൌട്ട് ഇറ്റ് ആൻഡ് ദേ ആർ വെരി സപ്പോർട്ടീവ്. ആക്ച്വലി ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഹാവ് സച്ച് എ സപ്പോർട്ടിംഗ് ഫാമിലി, ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ എത്തില്ല. ഇപ്പം അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക് ഫാദർ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു കണക്ഷനാണ് അമ്മമാരിൽ നിന്നും. അപ്പം എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു അച്ഛൻ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹി വാസ് എ റാലി ഡ്രൈവർ. അപ്പൊ ചെറുപ്പം തൊട്ടേ വെൻ ഐ സോ ഹിം റേസിംഗ്, അതായിരുന്നു എൻ്റെ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷനും എൻ്റെ മോട്ടിവേഷനും. ആൻഡ് ആളും ചെറുപ്പം തൊട്ടേ ഞാൻ ഹി നെവർ തോട്ട് ദാറ്റ് ഐ വുഡ് go into this field because ഞാൻ ഒരു ഗേൾ ആയിരുന്നു. അപ്പൊക്ക് എനിക്ക് തോന്നുന്നു he wanted a boy because to inherit his skills and stuff. But then when he had 2 girls he was like okay എൻ്റെ ഡ്രീം ഇത് വെച്ച് നിന്നു, കാസിനോടുള്ള ഇതോടുകൂടി നിൽക്കാന്നാണ് that's what he thought. ആൾ എപ്പോഴും പറയും I never imagined you to go into cars, but then even I didn't imagine myself because 5th standard വെച്ചിട്ട് my teacher was like എല്ലാവരുടെ അടുത്തും what is your ambition, അപ്പോൾ ഓരോ പേരും എനിക്ക് നിന്ന് പറയണം കൈപൊക്കി. അപ്പോൾ മാം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൈ ഡ്രീം ഇസ് ടു ബിക്കം എ കാർ റേസർ. അപ്പൊ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ ഐ തോട്ട് ഇറ്റ് വാസ് നോർമൽ ഫോർ എ ഗേൾ ടു സേ ദാറ്റ് ഐ വാണ്ട് ടു ബി എ കാർ റേസർ ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ തന്നെ കുറെ ഉണ്ട്. ഈവൻ മൈ അങ്കിൾ ജോർജ് ആന്റണി, ജോസ് ആന്റണി, ഇവരൊക്കെ നാഷണലിൽ വിൻ ചെയ്തവരാണ്. അപ്പോൾ ഐ തോട്ട് ഇറ്റ് വാസ് നോർമൽ ഫോർ എ ഗേൾ ടു സേ ദാറ്റ്. ബട്ട് ദെൻ എല്ലാവരും ഇങ്ങനെ ആകെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് എന്നെ നോക്കിയപ്പോൾ ഈവൻ ആഫ്റ്റർ ദ മാം ലെഫ്റ്റ് ദേ ഓൾ കെയിം ടു മീ ആൻഡ് ദേ വർ ലൈക്ക് വാട്ട് ഡു യു മീൻ, ഡു യു നോ അബൌട്ട് കാർസ്, ഡു യു നോ ഹൗ ടു ഡ്രൈവ്. അപ്പോഴാണ് ഐ വാസ് ലൈക്ക് ഓക്കെ ദിസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. പിന്നെ ഞാൻ സ്കൂളിൽ കുറച്ചൊരു 8th standard 9th standard ഒക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഐ നോ എ ലിറ്റിൽ മോർ ദൻ കാർസ് ദൻ യൂഷ്വൽ ഗേൾസ് ഡു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗേൾസ് ആർ നോട്ട് ആക്ച്വലി എൻകറേജ്ഡ് ഇൻ ടു ദിസ്. എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഞാൻ കാറിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡോണ്ട് നോ, ദേ ആർ നോട്ട് ടോട്ട് അബൌട്ട് ദിസ്. അപ്പോൾ എനിക്ക് തോന്നി ഐ ഹാവ് ടു ലൈക്ക് ആരെങ്കിലും ഹാവ് ടു ടേക്ക് ദാറ്റ് ഇത് ടു ടീച്ച് എവറി ഗേൾ ബിക്കോസ് അവർ ബോയ്സ് അറിഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഗേൾസും അറിഞ്ഞിരിക്കണം. അതായത് ബേസിക് തിങ്സ് ഒബ്വിയസ്ലി. പക്ഷെ അല്ലാതെ തന്നെ ചിലവർക്ക് കാറിനോട് ഇഷ്ടമുണ്ട്, പക്ഷെ ദേ ഡോണ്ട് നോ ബിക്കോസ് അവർക്ക് ഇങ്ങനെ ഒരു വേൾഡ് ആരും കൊടുക്കണമെന്നില്ല, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും കൊടുക്കണമെന്നില്ല. സോ ഐ ഫെൽ ലൈക്ക് യു നോ ഐ ഹാവ് ടു ഇൻസ്പയർ ഗേൾസ്. എൻ്റെ വീഡിയോസ് കണ്ടിട്ടായാലും നിങ്ങൾ വണ്ടി എടുത്ത് ഓടിക്കൂ, ആ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാനും. പിന്നെ അപ്പോൾ എപ്പോഴും എൻ്റെ കാർ ലോഞ്ചസിനൊക്കെ പോകുമ്പോൾ ഹീൽ ബി ദെയർ വിത്ത് മീ. ഹീ എൻജോയ്സ് ഇറ്റ്, ഹീ ലിവ്സ് ഹിസ് ഡ്രീം ത്രൂ മീ. ഈ കാറിന്റെ കൂട്ടത്തിൽ റിവ്യൂ പറയുന്ന കൂട്ടത്തിൽ നമ്മളൊരു ഹെലികോപ്റ്ററിന്റെ ഒരു വീഡിയോ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു സംഭവം? അത് ആക്ച്വലി എൻ്റെ അങ്കിളുടെ ഫാദർ ഇൻ ലോയുടെയാണ്, മിസ്റ്റർ ജോയൽക്കാസിൻ്റെ ആണ് ആ ഹെലികോപ്റ്റർ. സോ അത് ആളെടുത്തപ്പോൾ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൈഡൊക്കെ അതിൽ കൊണ്ടുപോയിട്ടുണ്ട്. സോ അങ്ങനെയാണ് ആ ഹെലികോപ്റ്ററിനെ കണ്ടിട്ട് വന്നത്. ഹി ഓൾസോ ഹാസ് എ ലോട്ട് ഓഫ് കാർസ് ആക്ച്വലി. ആൾക്ക് കുറെ റോൾസ് റോയ്സ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആളുടെ പുതിയതെടുത്തേക്കണ കള്ളിനാണ്. അതും ഞാൻ റിവ്യൂ ചെയ്തിരുന്നു. ഒരുപാട് സന്തോഷം മിയ സംസാരിക്കാൻ പറ്റിയതില്. കാരണം മിയയുടെ ഒരു ഇപ്പൊ പോകുന്നൊരു റൂട്ട് ഉണ്ടല്ലോ, അത് പല പെൺകുട്ടികളെയും ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാറിനോട് ഇത്രയും പാഷനായിട്ട് നിൽക്കുന്ന ഒരാള്, അതും അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ അച്ഛനെ കണ്ടുപഠിച്ച് അല്ലെങ്കിൽ അച്ഛനെ ഇൻസ്പയർ ചെയ്ത് ഒരു കുട്ടി ചെറുപ്പം മുതലേ അത് ഫോളോ അപ്പ് ചെയ്യാന്ന് പറയുന്നത് വെരി ഗുഡ്. അപ്പം എല്ലാവിധ ആശംസകളും നേരാണ്. മിയുടെ ഓരോ ജേർണിയും കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും സാധിച്ചതിൽ. താങ്ക് യു സോ മച്ച്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.